ആ ചേച്ചിയില്ലേ? ആര്, മേരിയോ? അകത്ത് കാണുമല്ലോ. എന്താ? എന്നോട് പറയുകയല്ലായിരിക്കും. അടുത്ത വീട്ടിലെയാ, സോഫിയ. കാലത്തെ കണ്ടു, ഭൂമി ഒഴിക്കുന്ന. ഞാൻ കാലത്തെ കുറച്ച് വെണ്ട നടാൻ വേണ്ടിട്ട്. വെണ്ട നടാനായിരുന്നോ? ഞാൻ വിചാരിച്ച ഡ്രെയിനേന് പൈപ്പ് ലൈൻ ഇടുമായിരിക്കുന്നു. എന്ത് വെട്ടായെന്നറിയും അമ്മ വെട്ടുന്നത്. പോടാ. ഞാൻ കള്ളമല്ല അമ്മ പറഞ്ഞ, നല്ല അസല ലേബർ. സത്യം പറഞ്ഞ ആണുങ്ങൾ തോറ്റു. അതെപ്പോഴും അങ്ങനെ സ്മാർട്ടാ, അടങ്ങിയിരിക്കേ ഇല്ല, എന്തെങ്കിലും പണി എടുത്തോണ്ടിരിക്കും. ആ ഇളയോള് മടിച്ചയാ. അത് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ടൈപ്പ്. ആ തള്ളക്ക് എന്താ പണി? നഴ്സാ. ഇവിടെ വന്ന കാലം തൊട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി പറ്റാനുള്ള ശ്രമമായിരുന്നു. ഈടെയാ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പണി കിട്ടിയത്. അവര് മണിമലക്കാരിയാ, അങ്ങേര് പുളിങ്കുന്നത്തുകാരനും. മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റമായിട്ട് വരുമായിരുന്നു. എങ്ങനുണ്ട് പുതിയ അയൽവക്കം? കുഴപ്പമില്ല, മുമ്പ് താമസിച്ചിരുന്ന ഫാമിലിയേക്കാൾ ഭേദമാ. പിന്നെ ചില ദിവസം അങ്ങേര് കൂടുതൽ കുടിച്ചാ ചെവിതല കേക്കണ്ട, ആ ഒരു തകരാറേ ഉള്ളൂ. അത് പിന്നെ വല്ലപ്പോഴും ഒരു ഓളമൊക്കെ വേണ്ടേ? അല്ലേ പിന്നെ അങ്ങേര് എന്തോന്ന് പുളിങ്കുന്നത്തുകാരൻ. ചേച്ചിയോട് കാര്യം പറഞ്ഞോ? പറഞ്ഞു. രഹസ്യമായിരിക്കും. അല്ല, വരട്ടെ. എന്തായിരുന്നു രഹസ്യം? ഓ, രഹസ്യം. ഒരു വർഷം വാഷിംഗ് സോപ്പ് വാങ്ങിക്കാൻ. ആഹാ, അതായിരുന്നു. ആ, സോളവൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കും പറയാൻ മടിച്ചത്. സോളം വിളിച്ചാൻ പോയില്ലേ? ഇല്ല, പുള്ളിയുടെ സ്വഭാവത്തിന് ഇന്നലെ വെളുപ്പിനെ സ്ഥലം വിടേണ്ടതാ. ആന്റണി ഉള്ളതുകൊണ്ടായിരിക്കും. എന്നിട്ട് എവിടെ കക്ഷി? ഉറക്കവാ, ഊണും കഴിഞ്ഞ് കിടന്നതാ. ഇതാ ഉറക്കമാന്ന് പറഞ്ഞിട്ട് അല്ലേ? നല്ല ഉറക്കം കിട്ടിയതാ. അപ്പോഴാ അപ്പുറത്ത് പടക്കം പൊട്ടാൻ തുടങ്ങിയത്. ഈ പെണ്ണ് ഒറ്റയ്ക്കാന്നോ ഈ വീട്ടിലെ പണി മുഴുവൻ എടുക്കുന്നത്? എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒരു. ഓ, അപ്പൊ എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കായിരുന്നോ? ആ, അതാ പോവാഞ്ഞത്. ഓടാ, ഞാൻ ഒരു ചായ അടിച്ച് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടിങ്ങി വരാം. സോഫിയ കയറോ? പോൾ പൈലോക്കാരൻ. യെസ്. എന്താ ഇത്? അവർ ഇന്റർവ്യൂ കാർഡ് അയച്ചു എന്നാണോ പറയുന്നത്? ആ, പിന്നെ എങ്ങനെയാ കിട്ടാതെ പോകുന്നത്? രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞ 14-ാം തീയതി കഴിഞ്ഞു. ഇന്നിപ്പോ തീയതി 27. ഇന്റർവ്യൂ 14-നായിരിക്കുമെന്ന് അവര് നേരത്തെ പറഞ്ഞിരുന്നു. ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി കാണാഞ്ഞപ്പോ ഞാൻ രണ്ടാമതും കമ്പനിക്ക് എഴുതി. അതിനുള്ള മറുപടി ഏത്? അവരെനിക്ക് കാർഡ് അയച്ചിരുന്നു. അതിവിടെ ആരും ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ആരാ അത് വാങ്ങിക്കുക? ഡാഡി. അല്ലതാരാ? ഞാൻ ചോദിക്കാം. ഓ, ചോദിക്കുന്നു. ഇതിപ്പോ ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. മുമ്പൊരിക്കൽ ഇതുപോലെ ഒരു ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് എന്നെ അറിയിക്കാതെ. അതന്ന് ഡാഡിയുടെ കയ്യിൽ പോവാൻ കാശില്ലാത്തതുകൊണ്ട് ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് വരാനുള്ള കാശൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അത് എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട്. പുള്ളി വരട്ടെ, ഞാൻ ചോദിക്കാം. ഞാൻ എന്നും ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടോണ്ട്, അത്രേ ഉള്ളൂ.
ആഹാ മതിയാക്കിയില്ലേ? പോയോ? അങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഏറ്, അതിങ്ങോട്ടും ഉണ്ടോ? ഏറും തൊഴിയൊന്നും ഇല്ല, അവള് സ്മൂത്ത് ആയിട്ടും കയറിപ്പോയി. ഇതങ്ങനത്തെ ഇനമാ. ഇളയതിന് പിന്നെ ഒരു അലുവൊക്കെ ഉണ്ട്. ഇന്ന് പോണില്ലല്ലോ? ഇല്ല, നാളെ ഉള്ളൂ. എന്താ പേര്? ഒരു റൗണ്ട് നോക്കുന്നോ? ഇല്ല, ഈ തടിയൊന്നും പറഞ്ഞു കിട്ടും. അവനോണ്ട് തടി കൂടാണ്ട് നോക്കിക്കൊണ്ടാ മതി. ഓ, ഈ കൊച്ചിന് ചില നേരത്ത് മമ്മ ഒരു കൈ നോക്കുന്നോ? വേണ്ട, ഇറങ്ങും അമ്മ. ഇപ്പോഴേ കാലേ നീരാ. അതിന്റെ കൂടെ കിടന്ന് ചാടുകയും കൂടെ ചെയ്ത കേമോ ആയിരിക്കും. നീരങ്ങ് പോവും. എന്നെ കൊണ്ട് വയ്യ. ഈ 4 പേര് കളിക്കേണ്ട കോട്ട മാച്ച് അവിടെ കിടപ്പുണ്ട്. 2 പേരും ഓരോന്ന് എടുത്തിട്ട് ഇറങ്ങിയാ മതി. ഒന്ന് വാന്നേ. അത്ര അത്യാവശ്യമാണെങ്കിൽ ആ കൊച്ചുങ്ങളെ ഇങ്ങോട്ട് വിളിച്ചൂടെ? രണ്ടും നല്ല അസല പ്ലേയേഴ്സാ. റിയലി? ആ ആന്റണിയൊക്കെ അവര് പറപ്പിക്കും. എന്നെ പറപ്പിക്കും. പിന്നെ ഇല്ല, കണ്ടിട്ടുള്ളതാണല്ലോ. വാ ചേച്ചി, പ്ലീസ്. എലിസബത്ത് എന്നല്ലേ പേര്? ഐ എം സോളമൻ മത്തായി. ഹലോ. സോഫിയ, കരുതി നിന്നോണം. സകല പോളുണ്ട് ഈ സോളമച്ചാന്റെ കയ്യില്. പോണാ. മതി കളിച്ചത്. വരുന്നില്ലേ ഈ ഡാഡി? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആ